മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഈ ഓണക്കാലത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മുബീന എന്ന് പറയുന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ ആഷിഖ് ദാരിമി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി. ഇവരൊക്കെ തന്നെ മത ഡ്രസ് ഇട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കരുത്, ഓണം ആഘോഷിക്കരുത് എന്നൊക്കെയാണ് ആഷിഖ് ദാരിമിയൊക്കെ വിളിച്ചു പറഞ്ഞത്. അത് 2 വർഷം മുമ്പേ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് രംഗത്തെത്തി വീണ്ടും അതേപോലെ തന്നെ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കരുത് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളൊക്കെ തന്നെ കേട്ടു. അതായത് ഒരു ഭാഗത്ത് മതവർഗീയത എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തച്ചുടയ്ക്കാനാണ് ഇത്തരം ആളുകൾ നിരന്തരം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്, പല ചാനലുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ. ഇതിനെയൊക്കെ തന്നെ മുസ്ലിം പുതുതലമുറ, അങ്ങനെ തന്നെ എടുത്തു പറയണം, മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ തന്നെ ഇതിനൊക്കെ ആറ്റിലെറിഞ്ഞിട്ട് ഹിജാബ് ഇട്ടുകൊണ്ടു തന്നെ വലിയ രീതിയിൽ ഓണം ആഘോഷിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇവിടെ സുഡാപ്പികള്, ജിഹാദി ചിന്തയുള്ള ആളുകള് നമ്മുടെ നാടിന്റെ സംസ്കാരം വരുമ്പോഴേക്കും മതം പറഞ്ഞ്, വർഗീയത പറഞ്ഞ് നാടിന്റെ ഐക്യത്തെ തന്നെ തകർക്കാൻ ശ്രമിച്ച സമയത്ത് മറുഭാഗത്ത് സേവാഭാരതി കൃത്യമായിട്ട് കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് ചെയ്യുന്നത് അവർ ഇത്തവണയും സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ മനുഷ്യത്വം, ഒരു വർഗീയതയോ ഒരു ഭിന്ന സ്വരമോ ഒരു പൊതുസമൂഹത്തിന്റെ ഐക്യം തകർക്കലോ അല്ലാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് യഥാർത്ഥ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സേവാഭാരതി കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർ ഇത്തവണത്തെ ഓണം ആഘോഷിക്കുന്നത് എല്ലാ ആളുകൾക്കും, അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന എല്ലാ ആളുകൾക്കും ഓണസദ്യ എന്നതിലേക്ക്, അതുമായി ബന്ധപ്പെട്ട് വി രാജേഷ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മേയറും MLA ഒക്കെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. പക്ഷെ സേവാഭാരതി കഴിഞ്ഞ 10-26 വർഷമായി ഒരു തപസ് പോലെ ഇത് നടത്തിക്കൊണ്ട് വരികയാണ്. അതായത് ഈ തിരുവോണ നാളിൽ പോലും ഡിസ്ചാർജ് ചെയ്യപ്പെടാതെ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അവശ നിലയിലായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായിരിക്കും. അപ്പൊ അവർക്കും ഈ ദിനം, ഒരു പ്രതീക്ഷ നൽകുന്ന ഈ ദിനത്തിൽ ഒരു വിഷമം ഉണ്ടാകരുത്. ഒരു നിമിഷമെങ്കിലും ഞാൻ രോഗിയാണ്, അതുകൊണ്ട് എനിക്ക് ഓണമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു ചിന്ത വരരുത് എന്നുള്ള ലക്ഷ്യം മനസ്സിൽ കണ്ടു. അതായത് മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും കാതലായ വശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് സേവാഭാരതി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദീർഘവീക്ഷണത്തോടെ ചെയ്ത് ഇന്ന് സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേറ്റം തന്നെ അഭിമാനമുണ്ട്. മേയറൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ചെറുതും വലുതുമായ സേവാഭാരതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പങ്കാളിയാൻ സാധിച്ചിരുന്നു. ഇത് സമൂഹത്തിന് തീർച്ചയായിട്ടും വലിയൊരു മാതൃകയാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഭക്ഷണത്തിന്റെ ഇലകൾ നോക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാ കൂട്ടം കറികളും, പായസവും, പപ്പടവും, പരിപ്പും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വിഭവ സമൃദ്ധമായ ഒരു സദ്യ, അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പൊ സേവാഭാരതിയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരും വിദഗ്ധരായ പാചക വിദ്വാൻമാരും ഒക്കെ തന്നെ, ഇന്നലെ രാത്രി ഞാനിവിടെ ഒരു 11-12 മണിക്ക് വന്നപ്പോൾ വീട്ടമ്മമാർ ഉൾപ്പെടെ പച്ചക്കറി അരിയുവാനും ഒക്കെ ഉണ്ട് സേവാഭാരതി. അപ്പം വളരെ നന്നായിട്ട് പാചകം ചെയ്ത് ഏറ്റവും മികച്ച പാചക വിദഗ്ധന്മാരെ കൊണ്ടുവന്നൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ വിഭവങ്ങളും, എന്തൊക്കെ വിഭവങ്ങളാണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെ പരിമിതമായ സൗകര്യം തയ്യാറാക്കി വളരെ ഭക്ഷണം കഴിക്കുന്നവരെ നോക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒരു ഓണസദ്യ വീട്ടിൽ കഴിക്കുന്ന സന്തോഷത്തോടെ ഒരു കുടുംബ സങ്കല്പത്തിൽ എല്ലാവരും കഴിക്കുന്നത്. തീർച്ചയായിട്ടും സേവാഭാരതിക്ക് പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ, കോർപ്പറേഷൻ മേയർ ഇത്ര സുന്ദരമായിട്ടാണ് സേവാഭാരതി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സേവാഭാരതിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. ഒരു ഭാഗത്ത് സുഡാപ്പി ജിഹാദികളൊക്കെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തന്നെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തുക. ഒരു ഭാഗത്തെ നമ്മുടെ നാടിന്റെ ഒരു ആഘോഷം വരുമ്പോ അതെങ്ങനെ പിച്ച് ചീന്താമെന്നാണ് ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് സേവാഭാരതി, അതിൽ തന്നെ MLA വി മുരളീധരൻ ഉൾപ്പെടെ, വി രാജേഷ് ഉൾപ്പെടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഏതൊരാളും സദ്യ കിട്ടാതെയാവരുത്. നമുക്കറിയാം, നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്താറുള്ളത് ഒരിക്കലും ആഗ്രഹിച്ചെത്തുന്നതല്ല.
ആ ഒരു സാഹചര്യം കൊണ്ട് വിഷയമുണ്ടാവുന്ന സമയത്താണ് നമ്മളൊക്കെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താറുള്ളത്. അത് ഇത്തരം ഒരു ആഘോഷ ദിവസത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടാവും. സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ വിഷമം തന്നെയാണ്. ആ ഒരു 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 ദിവസത്തിൽ, അതായത് ഓണം എത്തിയ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയ ആരും തന്നെ ഓണസദ്യ കഴിക്കാതെ പോവരുത്. അതെത്ര സുന്ദരമായിട്ടാണ് സേവാഭാരതി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. പ്രത്യേകം ഓർക്കണം കേട്ടോ, ഈ കെ മുരളീധരൻ ഉണ്ടല്ലോ, നമ്മുടെ നിലവിലെ ആരോഗ്യമന്ത്രി, ഒതിച്ചോറ് കൊടുക്കണ്ട, അങ്ങനെ കൊടുക്കണ്ട, ഇങ്ങനെ കൊടുക്കണ്ട, ഹോസ്പിറ്റലിന്റെ അകത്ത് വേണ്ട, പുറത്ത് വേണ്ട എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നോ, കോൺഗ്രസിനെ കൊണ്ടൊന്നും ഇതൊന്നും കൂട്ടിയാൽ കൂടൂല. അപ്പൊ സേവാഭാരതിയൊക്കെ കേരളത്തിൽ ഉടനീളം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ BJPക്ക് വലിയ ഗുണമുണ്ടാവും എന്നുള്ള പേടിയിൽ തന്നെയായിരുന്നു കെ മുരളീധരനൊന്നും ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് പത്തിമടക്ക് ജനരോക്ഷത്താൽ ഭയന്ന് കെ മുരളീധരനൊക്കെ പിന്മാറിയതും നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. സേവാഭാരതിയൊക്കെ എത്രത്തോളം സുന്ദരമായിട്ടാണ് സകല ആളുകളെയും ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ആരോ അവരുടെ മതമോ വർണ്ണമോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും തന്നെയില്ല, മനുഷ്യത്വം, നാടിന്റെ സംസ്കാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ സുന്ദരമായിട്ട് നമ്മുടെ ഓണം ആഘോഷിച്ചിരിക്കുന്നു. നമ്മുടെ തലസ്ഥാന നഗരിയിൽ വലിയ മാറ്റങ്ങളാണ് കേട്ടോ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. BJP എന്തുകൊണ്ട് കേരളത്തിൽ വളരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരം സേവാഭാരതിയിലൂടെയൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ പറയുന്നതും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. തീർച്ചയായിട്ടും ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഇവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അവരുടെ കാര്യം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ കാത്തിരിക്കുക എന്ന് മാത്രമല്ല, അവരുടെ സമയത്തിനുള്ള ഭക്ഷണം, വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവിടെയാണ് സേവാഭാരതിയുടെ ഈ പ്രവർത്തനം ഏറ്റവും പ്രസക്തമാകുന്നത്. ഞാൻ നേരിട്ട് തന്നെ പലപ്പോഴും മെഡിക്കൽ കോളേജിലെ വാർഡുകളിലും OP വാർഡിലും ഒക്കെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ സൂപ്രണ്ടിനോടും ഒക്കെ സംസാരിക്കാറ്, എല്ലാവർക്കും കുടിവെള്ളം കിട്ടാനുള്ള സൗകര്യം, അവർക്ക് ചായ കുടിക്കാനുള്ള സൗകര്യം അതത് ഫ്ലോറുകളിൽ ഉണ്ടാവുക. ചായ കുടിക്കാൻ 1.5 കിലോമീറ്റർ പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഈ സാഹചര്യം മാറണം എന്നുള്ളതാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം, അതോടൊപ്പം തിരുവോണ ദിവസം പൂർണ്ണമായിട്ടുള്ള സദ്യയോടുകൂടി എല്ലാ വിഭവങ്ങളും കൂടി വീടുകളിൽ എങ്ങനെയാണോ അതുപോലെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് നൽകുന്നു എന്നുള്ളത് സേവാഭാരതിയോട് എത്ര പറഞ്ഞാലും തീരാത്ത കടപ്പാടാണ് ഇവിടുത്തെ MLA എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. കാരണം ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ആൾ ഞാനാണ്. നിങ്ങൾ കേട്ടില്ലേ, അതായത് BJPയുടെ MLA ആണ് ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം ഉൾപ്പെടെ ഉറപ്പുവരുത്തുക, സേവാഭാരതിക്ക് അഭിനന്ദനങ്ങൾ നേരുക. ഒരു ഭാഗത്ത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുക, മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ച ഒരു ഭാഗത്ത് അവർ സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നത്, മറുഭാഗത്ത് സുഡാപ്പികൾ, ജിഹാദി, തീവ്രചിന്താഗതിക്കാര് എന്താ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തച്ചുടയ്ക്കുക, എങ്ങനെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തച്ചുടയ്ക്കാമെന്നാണ് മത്സരിക്കുന്നത്. എന്നിട്ട് ചില ആളുകൾ ജിഹാദി സുഡാപ്പി ടൈപ്പ് ആളുകൾ വിളിച്ചു പറയും, ഞങ്ങളുടെ മതത്തിനോടാ പറയുന്നത് എന്ന്. ആ മതത്തിലുള്ള വ്യക്തി തന്നെയാ ഞാൻ, ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ ഞാൻ. കൃത്യമായിട്ട് പറയാം, ഇത്തരം ജിഹാദി സുഡാപ്പി ചിന്തയുമായിട്ട് വരുന്നവരെ സാധാരണ മുസ്ലിം വിശ്വാസികൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ മതത്തോടായി പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള ഹിന്ദു മതപണ്ഡിതന്മാര് രംഗത്തെത്തിയിട്ട് ഈ ആഘോഷത്തിന്, ഇന്ന പെരുന്നാളിന്, ഇന്ന ദിവസത്ത് ഇന്നതിന് കൂടരുത്, ഞങ്ങൾ ഹിന്ദു സമൂഹത്തോടാ പറയുന്നത്. നാളെ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്മാരിറങ്ങിയിട്ട് നിങ്ങൾ മറ്റൊന്നിനും കൂടരുത്, ഞങ്ങൾ ക്രിസ്ത്യൻ മതത്തോടാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ വർഗീയത എന്ന് സുഡാപ്പികളും ജിഹാദികളും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓണത്തിനെതിരെ പറഞ്ഞതൊക്കെ പച്ച വർഗീയതയാ. അത് മുസ്ലിം മതവിശ്വാസത്തിലുള്ള മുസ്ലിം പെൺകുട്ടികൾ തന്നെ ജിഹാദി സുഡാപ്പികളെ ഇത്തവണ ആറ്റിലേക്ക് എറിഞ്ഞു എന്നുള്ളതും സന്തോഷത്തോടു കൂടിയിട്ട് കൈയടിക്കേണ്ടത് തന്നെയാണ്. ഒരു ഭാഗത്ത് സേവാഭാരതിയൊക്കെ നാടിനെ ചേർത്ത് പിടിക്കുക, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുക. ഇതിലൂടെയൊക്കെ വലിയ റിസൾട്ട് കേരളത്തിൽ BJPക്ക് ഉണ്ടാവും. മറ്റു പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇവിടെ മനുഷ്യത്വമൊക്കെ ഉണ്ടോ? എവിടെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങളൊന്നും സേവാഭാരതി ചെയ്യുന്ന ഇതൊന്നും വലിയ ചർച്ചയൊന്നും ആക്കുന്നില്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.